ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം. ഉപ്പ്, പുളി, എരിവ്, അതുപോലെ ആ പൈനാപ്പിളിൻ്റെ ലൈറ്റ് മധുരം എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ പുളിശ്ശേരിക്ക്. കേരള സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് ഈ പുളിശ്ശേരി. പലതരത്തിൽ പുളിശ്ശേരി ഉണ്ടാക്കുമെങ്കിലും പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ തൊലി കളഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പുറത്തുണ്ടാവണ കറുത്ത കളറിലുള്ള മുള്ളു പോലെയുള്ള ഭാഗം അതും കൂടെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കാം. സാധാരണ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല. പക്ഷേ ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ചേർക്കും. കറിയുടെ ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ പൈനാപ്പിളൊക്കെ നന്നായി വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവാൻ കുറച്ച് സമയം എടുക്കും. ചുരുങ്ങിയതൊരു 15 മിനിറ്റെങ്കിലും എടുക്കും. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പൈനാപ്പിൾ അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, എരിവിനായിട്ട് ഒരു 3 പച്ചമുളകും കൂടെ ചേർക്കാം. നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കണില്ല. അതിന് പകരം നല്ല കട്ടി തൈരാണ് ചേർക്കണത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി കറി വേണോ അതിനനുസരിച്ചിട്ട് തൈര് എടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ പൈനാപ്പിൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ ആ പൈനാപ്പിളിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. എത്ര വെന്താലും ഈ പൈനാപ്പിൾ ഇങ്ങനെ കല്ല് പോലെ തന്നെ കിടക്കും. ഒരുപാട് അങ്ങനെ വെന്തുടഞ്ഞു പോകുന്നില്ല. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇവിടെ UAE-യിൽ കിട്ടുന്ന ഈ തൈരൊക്കെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തൈര് കറി ഉണ്ടാക്കുമ്പോൾ തിളപ്പിക്കാറില്ല. ചെറുതായിട്ടൊരു തിള ഇങ്ങനെ സൈഡിൽ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ലാസ്റ്റ് കായത്തിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയും കൂടെ ചേർക്കണതാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടണത്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിൽ ചേർക്കാം. ഇപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.